നിസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ഇടുന്ന വീഡിയോ പോലെ അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ചെറിയൊരു സംരംഭം. അപ്പോൾ ഇതാ ന്യൂട്രിബോൾ എനിക്ക് തീരെ അറിയാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ ന്യൂട്രി മിക്സ് പൗഡറാണ് എല്ലാ വർഷവും കൊടുക്കൽ 6-7 കിലോന് ചിലപ്പം 10 കിലോ വരെ 2-3 ആൾക്കൊക്കെ കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനിങ്ങനെ ഒരു പരസ്യം ഇട്ടപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ അപ്പം കൂടുതലും വന്നത് ഈ ഒരു ന്യൂട്രിബോൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ഓർഡർ ഞാൻ ഒഴിവാക്കി. എനിക്കറിയില്ല, എനിക്ക് പൊടിയാണുള്ളതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വീണ്ടും അങ്ങനെ 1-2 ആൾക്കാരും കൂടി വന്നപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് അരിയും എല്ലാം ഒന്ന് കഴുകി വറുത്തെടുക്കുകയാണ്. പിന്നെ എള്ളും ഈ റാഗിയും കൂടി ഞാൻ കഴുകി അരിച്ച്, ഇതിൽ കല്ലുണ്ടാവും കേട്ടോ. ഈ റാഗിയിലും കല്ലുണ്ടാവും, ഈ എള്ളിലും ഉണ്ടാവും. അതൊക്കെ അരിച്ചെടുത്ത് പിന്നെ അതേപോലെ മണിക്കടലയും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അത് നിലക്കടല വറുത്ത തന്നെയാണ് കേട്ടോ. വറുത്തതാണ് ഞാൻ വാങ്ങൽ. പിന്നെ വെറുതെ ഒന്ന് ചൂടാക്കിയാൽ പെട്ടെന്ന് തൊലിയൊക്കെ പോവും. അതുകൊണ്ട് ഞാൻ അതും നല്ലോണം ഇതാക്കി കൊടുക്കുക. അത് 1 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ 5 കിലോ വെച്ചിട്ടാണ് വറുക്കൽ. ഒരുപാട് ബൾക്കായിട്ടൊന്നും ഞാൻ ഓർഡർ കൊടുക്കില്ല, പിന്നെ ഇങ്ങനെ ചെയ്യലുമില്ല കേട്ടോ. അതൊന്നും എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ എള്ള് ഞാൻ 1 കിലോ ആദ്യം ഞാൻ റാഗിൻ്റെ കൂടെ വറുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വേണ്ടിയിനി. അപ്പോൾ ഈ ബോളാകുമ്പോൾ കുറച്ചും കൂടി ഐറ്റംസും പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എള്ളിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ കിലോന് 400 രൂപയിന് ഇപ്പം 350 കുറഞ്ഞിരിക്കുന്നു. ആ മഴക്കാലത്ത് കർക്കിടത്തിലൊക്കെ നല്ലോണം എള്ള് ചിലവായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അന്ന് നല്ല വില. പിന്നെ അതേപോലെ ഈ ഒരു ബോൾസിൽ പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഞാൻ കൂടുതലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ സാധാ ന്യൂട്രി മിക്സ് പൗഡറിനേക്കാളും കൂടുതൽ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിൽ ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്, കറിവേപ്പിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇലേൻ്റെ അതും കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വറുത്തിട്ട് പിന്നെ ഏകദേശം ഒരുമിച്ചൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പിന്നെ ആ തേങ്ങ വറുക്കുമ്പോൾ പെട്ടെന്ന് കേടാവും തോന്നുന്നുണ്ട്. പെട്ടെന്ന് കേടാവില്ല, എന്നാലും ഞാൻ നല്ലോണം വറുത്തിട്ട് ഞെരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റൈസിൻ്റെ ഇതിലേക്കും കടലിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ മട്ട അവിലേനി ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നുകൂടി നല്ലൊരു ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇതിലിപ്പോൾ ഹെൽത്തി അല്ലാത്തത് അരി മാത്രമേ ഉള്ളൂ. അരി ഇതിൽ ഒഴിവാക്കാനും പറ്റൂല. ഈ പിടിയാക്കുമ്പോഴും അരിപ്പൊടിയിലൊക്കെ അരി മസ്റ്റാണ്. അപ്പോൾ അരി ഞാൻ കുറച്ചാണ് ഇട്ടത്. പിന്നെ അത് ഗോതമ്പിൻ്റെ അവിൽ, അതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ 350 ഉറുപ്പ്യ ഉണ്ട് കിലോന്. അപ്പോൾ അതും നല്ല റേറ്റ്. മട്ട അവിലിന് അത്ര റേറ്റ് ഇല്ല, സാധാ അവിലിനൊന്നും അത്ര റേറ്റ് ഇല്ല. പക്ഷേ ഗോതമ്പിൻ്റെത്, പിന്നെ ഗോതമ്പിൻ്റെത്, റാഗിൻ്റെ അവിൽ, അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെ അവിൽ കിട്ടുന്ന ഒരു കട ഉണ്ട് കേട്ടോ കുന്നമംഗലത്ത്. അപ്പോൾ ഈ കാകനോട് പറഞ്ഞിട്ട് ഞാൻ അതും കൂടി കൊണ്ടുവരിപ്പിച്ചാണ്. പിന്നെ അതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ദിവസമാക്കി വറുത്തതാണ് കേട്ടോ. അരിയും കടലയും പിന്നെ ആദ്യം അടുപ്പത്ത് വറുത്തതൊക്കെ ഞാൻ ഫസ്റ്റ് ദിവസം അടുപ്പത്തും 2ാമത്തെ ദിവസം ഗ്യാസുമ്മലും വെച്ചിട്ടാണ്. പിന്നെ ഓവർ വറവാവേണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്യാസുമ്മൽ തന്നെ വെച്ചല്ലേ, മുതലാവില്ല ഇപ്പോൾ ഗ്യാസൊന്നും. പിന്നെ അതെല്ലാം ചൂടാറുകയും വേണമല്ലോ. അപ്പോൾ ഞാൻ തലേന്നും പിറ്റേന്നും കൂടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ന്യൂട്രി ബോൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സാധനങ്ങൾ വേണം, നല്ല പിടിയാക്കി കിട്ടാനും കഴിക്കുന്നവർക്കും നല്ലൊരു പിന്നെ സംഭവങ്ങളും വേണമല്ലോ, നല്ല എനർജിയും എല്ലാം വേണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഈ മസാലപ്പൊടികൾക്ക് ഓർഡർ ഉണ്ടേനി. അപ്പോൾ അത് മഴേൻ്റെ ചോർച്ചയൊക്കെ കൊണ്ടുപോയി ഇടും, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കും. അങ്ങനത്തെ കളിയാണ്. മോളെ കുഞ്ഞുബേബിൻ്റെ അടുത്തേക്ക് പോകുന്ന ദിവസം ഈ മുളകും മല്ലിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ പകൽ അവിടെ ഉണക്കിയിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ് പോകണം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സാധാ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റണില്ല. പിന്നെ അതെല്ലാം പൊടിച്ചിട്ട് ഇതിൽ കട്ട ഉണ്ടാവും, എന്തായാലും കട്ടായി കിടക്കും. കാരണം ഈ കടലയിലും നിലക്കടലയിലും എള്ളിലൊക്കെ എണ്ണയാണല്ലോ. അപ്പോൾ ആ എണ്ണൻ്റെ ഒരു ഇതുണ്ടാവില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടാണ് വരിക. പൊടിക്കാൻ ബുദ്ധിമുട്ടാണ് മിക്സീൻ്റെ ജാറിലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഓജസ്സും തേജസ്സും ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കാര്യം. മെലിഞ്ഞ കുട്ടികൾക്കും ആരോഗ്യമില്ലാതെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണ് കഴിച്ചാൽ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്തൊക്കെ ചേരുവകളാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങളെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. കണ്ടാലറിയാലോ. പിന്നെ ശർക്കരപ്പാനി നമ്മൾ ഈ ഒരു ബോൾ പിടിയാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നെയ്യപ്പത്തിലും ഉണ്ണിയപ്പത്തിലൊക്കെ നമുക്ക് ഒന്ന് അലിഞ്ഞാൽ മതി. പക്ഷേ ഈ ഒരു ഉണ്ടാക്കുന്നതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നൂൽപ്പരിപ്പാവണ്ട, എന്നാലും അതിനൊക്കെ ഒരു പകുതിയായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. പിന്നെ ഞാൻ എന്നിട്ട് പകുതി എടുത്തിട്ടാണ് അതിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ടാണ് ഞാനിത് ആദ്യം ഒന്ന് പിടിയാക്കി കൊടുക്കുന്നത്. കാരണം ഇതെനിക്കറിയാത്തൊരു മേഖലയാണ് ഇത്. പക്ഷേ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻ്റ് ആണ്, ചെയ്താൽ നന്നാവും. നമുക്ക്
മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും പൈസൻ്റെ അത്യാവശ്യം വേണം എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ജോലിയും ചെയ്യുമല്ലോ. അങ്ങനെ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ പകുതി അന്ന് എടുത്തിട്ട് ശർക്കര പാനി ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഓവർ ചൂടല്ല, എന്നാലും ഒരു ഇളം ചൂടിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഒന്നാമത്തേത് ഓവർ ബൾക്ക് ഓർഡറൊന്നും കിട്ടിയാൽ എനിക്കിട്ട് എടുക്കാനും പറ്റില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വല്ലപ്പോഴും കാകൻ്റെ പണീൻ്റെ ഒഴിവിന് എന്തെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അല്ലാത്തപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ആരും ഇല്ലല്ലോ. പിന്നെ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഉണ്ടോ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക വേണ്ടത്. ശരിക്കും ഒരു 40 ഗ്രാമാണ് ഒരു ഉണ്ട വേണ്ടത്. ഞാനിപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റത്തെ ആയതുകൊണ്ട് ചിലത് 50 ഉണ്ട്, ചിലത് 40 ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉണ്ട പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ വലിയൊരു ലാഭം നോക്കുന്നില്ല. ഫസ്റ്റ് തന്നെ അല്ലേ, എനിക്ക് ഫസ്റ്റിലൊരു ഇതാണല്ലോ. പൊടിയാണെങ്കിൽ ഈസി ആണല്ലോ നമുക്ക് എടുക്കാനൊക്കെ. പക്ഷെ പൊടിയേക്കാളും റേറ്റ് ഉണ്ട്. വീണ്ടും ഞാൻ പിന്നെ പകുതി വൈകുന്നേരമാണ് കേട്ടോ ആക്കിയത്. ഇത് കാക വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ആക്കിയിട്ടുള്ളത്. പിന്നെ മോളടുത്തൊക്കെ പോയി പകുതി ആക്കി വെച്ചതിന് ശേഷം മോളടുത്തേക്ക് പോയി. പിന്നെ വന്നതിന് ശേഷമാണ് ഞാനിത് മസാലപ്പൊടിക്ക് ഉള്ളതൊക്കെ വറുത്തെടുക്കുന്നത്. മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ്. എന്താണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും പുറത്ത് പോയിട്ട് അധ്വാനിക്കാനുള്ള ഒരു ചാൻസ് നമുക്കില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് പറ്റുന്ന നമ്മളെ ആരോഗ്യം കൊണ്ട് പറ്റുന്ന എന്ത് പണിയും എടുക്കാമെന്നുള്ളൊരു തീരുമാനം തന്നെയാണ് കേട്ടോ ഞാൻ. ഒന്ന് തന്നെ അങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. ഒന്നൊഴിഞ്ഞ് കാറ്ററിങ്ങിനെ തന്നെ കാത്തുനിന്നാൽ അത് നടക്കില്ല. കാരണം കാറ്ററിങ് എന്നൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്നും എന്തെങ്കിലും ഒരു പൈസ വരുമാനം കിട്ടുക വേണം. മന്ത്ലി ഒരു 10-20 ഉറുപ്പ്യേൻ്റെ ആവശ്യങ്ങൾ എന്തായാലും ഉണ്ടാവും, എനിക്കുണ്ട്. അപ്പോൾ അതിനെന്തായാലും പൈസ വേണം. അപ്പം നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഗരം മസാലയാണ്. അപ്പോൾ ഒരു ട്രിപ്പ് ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ പൊടിച്ചെടുത്ത് അത് പോയിട്ടോ. അത് കൊടുത്ത് ഇനിയിപ്പോൾ അടുത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 500 ഗരം മസാലയും 1 കിലോ ചിക്കൻ മസാലയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് ആക്കാനും പറ്റില്ല, വളരെ കുറച്ചാക്കാനും പറ്റില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മിക്സി എന്നാണ് പണി മുടക്കാമെന്ന് അറിയില്ല. അതുവരെ മുന്നോട്ട് പോട്ടെ വിചാരിച്ചിട്ടാണ് അതിൽ തന്നെ ഇട്ട് പൊടിക്കുന്നത്. പിന്നെ ഇതൊന്നും മില്ല് കൊണ്ടുപോയി കൊടുത്താൽ ശരിയാവുകയില്ല. നമ്മൾ ഏത് ജോലിയും എന്ത് ജോലി ആയാലും അതിൽ ഒരു മാന്യത കാണുക വേണം. കമൻ്റ് ഇടാൻ പലതും പറയും. പക്ഷെ നമ്മൾ ആ കമൻ്റൊക്കെ കേട്ട് തളർന്നിരുന്നാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഒരാളത് കണ്ട് കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുന്നത് എന്താ എക്സാം ഒന്നും അല്ലല്ലോ. കാരണം എന്താ കോപ്പി അടിക്കാന്ന് വെച്ചാൽ എക്സാമിനാണെങ്കിൽ നോക്കി എഴുതിയാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. അതുപോലെ നല്ല അധ്വാനമുള്ള പണി തന്നെയാണ് ഈ ഉണ്ടാക്കുന്നതൊക്കെ. കാരണം ഉണ്ടാക്കണതും വറക്കണം, വാങ്ങണം, എന്തൊക്കെ വറുത്ത് ആ ഒരു അടുപ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആ ചൂടേറ്റിട്ട് പണിയെടുക്കണ്ടേ. അപ്പോൾ അതിൽ കോപ്പിയും പറയുന്ന പോലെ അവരുടെ മനസ്സിൻ്റെ ഒരു വിവരമില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊക്കെ എന്തൊക്കെ ജോലികൾ നമ്മളെ ലേഡീസ് എടുക്കുന്നുണ്ട്. ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് ഇഷ്ടംപോലെ, അങ്ങനെ എല്ലാം ഓയിലിൻ്റെ ബ്രാൻഡ് ഉണ്ട്. ഇത് കോപ്പി എന്നറിയാൻ മാത്രമുള്ള സംഭവം ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞാൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഓർഡർ എടുക്കുന്നുള്ളൂ. വലിയ ബിസിനസ്സുകാരി ആവണമെന്നൊന്നും ആഗ്രഹമില്ല. മാസത്തിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പൈസ എനിക്ക് വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നൊഴിഞ്ഞ് ഓരോന്നിലും കാൽ വെച്ച് നോക്കുന്നത്. എവിടെയാണ് ക്ലിക്കാകുക, എവിടെയാണ് നമുക്കുള്ള അരി എവിടെയാണ് പഠിച്ചവനെ ഏകിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് എത്തുന്നത് വരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വെറുതെ മടിച്ചെന്ന് മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കാതെ നമുക്ക് ആവതുള്ള കാലത്തോളം നമുക്ക് പറ്റുന്ന ജോലി ചെയ്തിട്ട് 10 രൂപ സമ്പാദിക്കുക. നാളെ കിടന്നു പോയാൽ നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വരാൻ പാടില്ല. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഈ നമ്പറും ഇടാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. ഈ ന്യൂട്രിബോൾ ആയാലും മസാലകളായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.